എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിജുനാണെങ്കിൽ ദേഷ്യത്തിൽ ഇന്ന് ഞാൻ ചേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞു വരുന്ന ടൈമിലാണ് സംഗ് ഇവനോട് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ ദേഷ്യത്തിൽ വന്ന കിജുൻ ആ കാര്യം തന്നെ മറന്ന് അതിനെന്താ പോവാലോ എന്ന് പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്നതും ഇതെന്ത് പറ്റി എന്നെയായിട്ട് ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടാണല്ലോ ചോദിച്ചതെന്ന് ചോദിക്കുന്ന കിജുവിനോട് അത് പിന്നെ തൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചേ കഴിക്കാൻ തോന്നൂ എന്ന് സംഗ് അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് കിജുവിന് പെട്ടെന്ന് ജൂക്കിയുടെ കാര്യം ഓർമ്മ വരുന്നതും പറയാൻ വന്ന കാര്യം ഞാൻ ചോദിച്ചില്ല, അല്ല ജൂക്കിയെ കിസ് ചെയ്തു എന്ന് ഞാൻ കേട്ടു, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ നീ ഇപ്പോഴാണോ അത് അറിഞ്ഞതെന്ന് ചോദിക്കുന്ന സംഗിനോട് അപ്പം സത്യാലേ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണോ, ഞാൻ അറിയാതെ നിങ്ങൾ ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുന്ന കിജുവിനോട് ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ലേ എന്നിവൻ പറയുന്നതും ഇത് കേൾക്കുന്ന കിജുവിന് നല്ല ആശ്വാസമാകുന്നുണ്ട്. അപ്പം കിസ് ചെയ്തു എന്ന് പറഞ്ഞത് അത് നുണയായിരിക്കില്ലെന്ന് ചോദിക്കുന്ന കിജുവിനോട് അത് നുണയല്ല എന്ന് സംഗ് പറയുന്നതും ഇവൻ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സംഘാണെങ്കിലോ സോക്ക് അവിടെ ആവശ്യമില്ലാതൊരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ജൂക്കിയെ കുറച്ചായിട്ട് അറിയാലോ, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു, അങ്ങനെയാണത് സംഭവിച്ചത് എന്നൊക്കെ വിവരിക്കുന്നതും എന്നിട്ട് ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്ന കിജുവിനോട് ഇല്ലല്ലോ എന്നാണ് സംഗ് അവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കിജുവിന് നല്ല ആശ്വാസമാകുന്നുണ്ട്. സംഘാണെങ്കിൽ അല്ല ഇന്നലെ രാത്രി നീ എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ പറയുന്നതും ഞാൻ തന്നെയാണോ ഡോർ ഓപ്പൺ ചെയ്ത് തന്നേന്ന് സംഗ് അവിടെ ചോദിക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ ആ സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവൻ കുടിച്ച് ലക്ക് കെട്ട് സംഗേ എന്ന് വിളിച്ചു വരുമ്പോൾ ഇവൻ ബെഡിൽ കിടക്കുന്നതാണ് കിജുൻ കാണുന്നത്. കിജുനാണെങ്കിൽ അത് ശരിയാണല്ലോ, ചേട്ടൻ ബെഡിൽ കിടക്കുകയായിരുന്നു, പകുതി ഉറക്കത്തിലും ആയിരുന്നു, അപ്പൊ പിന്നെ ഡോർ ആരാ തുറന്നു തന്നെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുന്ന കിജുവിനോട് കുഴപ്പമൊന്നും ഇല്ലെന്ന് സംഗ് പറയുന്നതും ഇവനാണെങ്കിൽ ഞാൻ എന്തായാലും ജൂക്കിയോട് എൻ്റെ ഇഷ്ടം പറയാൻ പോവാ, അതിലൊന്നും കയറി തല വെക്കേണ്ട എന്ന് പറയുമ്പോൾ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യുമെന്ന് ചോദിക്കുന്ന സംഗിനോട് ഞാൻ മരിക്കുന്നത് വരെ ഇഷ്ടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ചത്തു കഴിഞ്ഞ് പ്രേതായിട്ട് വന്നാലും ഇത് തന്നെ തുടരും, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നിവൻ പറയുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത്. എന്നാൽ അതേ ടൈമിൽ തന്നെ സംഗ് നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് സീനിൽ ജൂക്കിയും ഇവനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും കിജുവിൻ്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് ഡയറക്ടർക്കും മിന്നിനും ദേഷ്യമാണ് വരുന്നതെങ്കിൽ ഇവൾക്ക് ചിരിയാണ് വരുന്നത്. ഡയറക്ടർ ആണെങ്കിൽ ഇത്രയും ഓവർ ആക്ട് ചെയ്യേണ്ട, മാത്രമല്ല ലൈൻസ് മൊത്തം തെറ്റിച്ചിട്ടാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്ററെ മാറ്റുന്ന ഇവൻ കൂളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ ബെസ്റ്റ്, നിനക്ക് എളുപ്പത്തിൽ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ഇനി റൈറ്ററെ മാറ്റാം, അതെ ഇത്രയ്ക്കും ഓവർ ആക്ടിങ് ചെയ്യേണ്ട, നിനക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ മറ്റൊരുത്തനായി പ്രണയത്തിലാണ്, നിനക്ക് അമ്നേഷ്യ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് മറവി അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല, ആ ഒരു സന്ദർഭത്തിൽ അവളെ മീറ്റ് ചെയ്യുമ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് ശരിക്കും ദേഷ്യം വരുമെന്ന് പറയുന്നത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കാണ് ദേഷ്യം വരുന്നത്. അതായത് ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സങ്കടമൊന്നും എത്ര ശ്രമിച്ചിട്ടും ഇവന് വരുന്നില്ല. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ആ പ്രപ്പോസലിൽ ഇവൻ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സൈനും ഇവൻ ഒരു സൈൻ ചെയ്ത് നോക്കി അതും സെയിം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇവൻ ആ പെണ്ണൊന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇതേ ടൈമിൽ CEO ആണെങ്കിൽ ജൂക്കിയോട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ കിജുൻ ആണെങ്കിലോ ഇനി എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവളോട് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജൂക്കി ആണെങ്കിലോ അതെങ്ങനെ ശരിയാകും, നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ഇവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ CEOക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആൾ അവിടെ കിടന്ന് അലറുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലോ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വലിയ ഡ്രസ് കടയിലേക്കായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ എന്തിനിങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിജുനാണെങ്കിലോ ഇവളെ അവിടെയുള്ള 2 ലേഡീസിനെ ഏൽപ്പിക്കുന്നതും ഇവരാണെങ്കിൽ ഇവളെ വലിച്ചുകൊണ്ടൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഞാൻ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ഒരു ഷോപ്പിലെത്തി ഇവരുടെ കയ്യിലുള്ള ആ പേന, അതുപോലത്തെ പേന ഇപ്പം അടുത്ത് ആരെങ്കിലും വാങ്ങിയിരുന്നു എന്ന് അവിടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇവൻ ഉപയോഗിക്കുന്ന പേന ഒരു യുണീക്ക് ആയിട്ടുള്ള പെന്നാണ്, ഇത് ജർമ്മനിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇതേ ടൈമിൽ ജൂക്കിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്ന് ആ ലേഡി പറയുന്നതും ഇവളാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് തിരിച്ചു തായോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ ആള് കുറച്ച് കടുംപിടുത്തക്കാരിയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ കിജുനാണെങ്കിൽ ആൾ അങ്ങനെയൊക്കെയാണ്, എന്തായാലും ഈ ഡ്രസ്സ് ആളുടെ വീട്ടിലേക്ക് അയച്ചേക്ക് എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലും ഡ്രസ്സൊക്കെ മാറി വരുന്ന ടൈമിൽ കിജുൻ പറയുന്നുണ്ട് സാധാരണ ഡ്രാമയിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, എന്തായാലും ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ടെന്ന്. ഇവളാണെങ്കിലും എനിക്ക് ഈ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് അത്ര ശീലമില്ല, ഇതത്ര ചേരത്തില്ല, എനിക്ക് എൻ്റെ ഡ്രസ്സ് തിരിച്ചു തായോ എന്ന് പറയുന്ന ടൈമിലാണ് ഇവിടെ തന്നെയുള്ള ഷോപ്പിലാണ് സംഘം വന്നിട്ടുണ്ടായിരിക്കുക. ഇവൻ ഇവളെ കാണുന്നതും ഇവനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്, കാരണം ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ ഇവർ പരസ്പരം നോക്കി നിൽക്കുന്നതും ഇത് കാണുന്ന കിജുനാണെങ്കിൽ ചേട്ടൻ എന്താ ഇവിടെ, ആരെങ്ങോട്ട് വരാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും ഇവനാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാനിവിടെ ജസ്റ്റ് ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് കൂളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ വന്ന്
പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടേണ്ട എന്ന്. അപ്പോൾ സംഘാണെങ്കിലോ അതെ എൻ്റെ അനിയനായതുകൊണ്ട് ഒരു ചെറിയ ഉപദേശം തരാം. ഈ പണം വാരിക്കൊണ്ട് പെണ്ണുങ്ങളെ ഒന്നും അങ്ങനെ വളയ്ക്കാൻ പറ്റത്തില്ല. ഇനി വളച്ചാൽ തന്നെ അതങ്ങനെ അധിക കാലം ഒന്നും നീണ്ടു നിൽക്കത്തില്ല എന്ന് പറയുന്നതും ഇതൊന്നും ഇവൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇവളാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് തിരിച്ചു തായൊന്ന് പറയുന്ന ടൈമിൽ അത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്നാണ് ആ ഷോപ്പ് ലേഡീസ് പറയുന്നത് കേട്ടോ. ഇവനാണെങ്കിലോ പേയ്മെന്റ് നടത്തുന്ന ടൈമിൽ ഇവള് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷോപ്പ് ലേഡീസ് ആണെങ്കിൽ കാർഡ് ചെക്ക് ചെയ്യുന്നതും ഇത് ഫ്രീസ് ആയല്ലോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സംഗിന് ചിരി അടക്കാൻ കഴിയുന്നില്ല. ഇവനാണെങ്കിലോ അമ്മ പണി ഒപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്ന് ചേട്ടാ കുറച്ച് പൈസ തരണം അല്ലെങ്കിൽ ഞാൻ നാണം കെടും എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ഞാൻ എൻ്റെ പണ്ടത്തെ ഡ്രസ്സ് തന്നെ ഇട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ചേട്ടാ ദയവ് ചെയ്ത് പൈസ താൻ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറയുന്നതും ഞാൻ എന്തിനാ നിനക്ക് പൈസ തരേണ്ടതെന്ന് ചോദിക്കുന്ന സംഗിനോട് ദേ ഷോ ഇറക്കല്ലേ, മര്യാദയ്ക്ക് കുറച്ച് പൈസ കടയായിട്ടെങ്കിലും തായോ എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ എന്തായാലും ആ ഡ്രസ്സിന്റെ പൈസ ഞാൻ അടച്ചോളാം, പക്ഷേ അങ്ങനെ ചെയ്ത ആ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുത്ത പോലെ ആവട്ടോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് കിജുൻ അവിടെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജൂക്കിയാണെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ഇവളുടെ നേരെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്. കിജുനാണെങ്കിലോ ഇങ്ങനെയൊന്നുമല്ല ഞാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞ് ആരെയൊക്കെ കോൾ ചെയ്യാൻ പോകുന്ന ടൈമിൽ സംഘാണെങ്കിൽ പേയ്മെന്റ് നടത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ജൂക്കി ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാം, അത് തിരിച്ചു തായോ എന്നൊക്കെ പറഞ്ഞ് അതും വാങ്ങി ചേഞ്ച് ചെയ്യാൻ പോകുന്നതും ഇവൻ സംസാരിക്കാൻ വരുന്ന ടൈമിൽ ആ ഡ്രസ്സ് എനിക്ക് ശരിക്കും ഇഷ്ടമായില്ല, ഇനി ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാലോ എന്നൊക്കെ ഇവള് പറയുമ്പോൾ അത് പറയാനല്ല ഞാൻ വന്നത്, നാളത്തെ ഡേറ്റിങ്ങിൻ്റെ കാര്യം അത് മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സംഗിനോട് ഡേറ്റിങ്ങോ അത് ഡേറ്റിങ്ങോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇവള് പറയുന്നതും എന്തൊക്കെയായാലും നാളെ ഇതുപോലെ സുന്ദരിയായിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഇത് കേട്ടിട്ട് ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. കിജുനാണെങ്കിലോ പിന്നീട് ഇവളെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ ജ്യൂസ് കഴിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു സോങ് പാടുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെയാണ് സോങ്ങിൽ പറയുന്നത്. ഇവനാണെങ്കിൽ ഇത് ആക്ട് ചെയ്തിട്ടൊക്കെ പാടുന്ന ടൈമിൽ ഇവൾക്ക് ശരിക്കും ഒരു ക്രിഞ്ച് ഫീലാണ് അടിക്കുന്നത്. ഇവനാണെങ്കിൽ ഇത് കേട്ടിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചിരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അതാണെങ്കിൽ ആകെ നാണമൊക്കെ വിതറിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇവൾക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇനി സീരിയസ് ആയിട്ട് സംസാരിക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ വരുമ്പോഴേക്കും റോഡ് അരികിൽ ഒരാൾ തണ്ണിമത്തൻ വിൽക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഉറക്കെ അനൗൺസ്മെന്റ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. അപ്പം ഇത് കാരണം ഇവൻ പറയുന്നതൊന്നും തന്നെ ജൂക്കിക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവളാണെങ്കിൽ വില കുറച്ചിട്ടാണല്ലോ തണ്ണിമത്തൻ വിൽക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം കിജുനാണെങ്കിൽ ശരിയാന്നൊക്കെ പറഞ്ഞ് ഈ അനൗൺസ്മെന്റ് നിൽക്കുന്ന ടൈമിൽ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും തണ്ണിമത്തന് ഇത്ര വിലയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ അനൗൺസ്മെന്റ് വരികയാണ്. ആ ടൈമിൽ ഇവൻ എനിക്ക് തണ്ണിമത്തൻ ഇഷ്ടമാണെന്നാണ് അവിടെ പറയുന്നത്. അതായത് രണ്ടും കൂടി മിക്സായി പോകുന്നതാണ്. ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ ഓഹോ തണ്ണിമത്തൻ ഇഷ്ടമാണല്ലേ എന്ന് പറയുന്നതും പിന്നീട് രണ്ട് തണ്ണിമത്തനുമായിട്ട് ഇരിക്കുന്ന കിജുനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ തണ്ണിമത്തൻ ഈ സ്പ്രൈറ്റുമായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതും ശരിയാണല്ലേ എന്ന് കിജുൻ അവിടെ പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് കിജുവിനോട് എന്തായാലും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ കിജുനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതിനോടകം താൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് സംഗിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പാവം ഇവൻ അങ്ങ് സങ്കടാകുന്നുണ്ട്. ഇവളാണെങ്കിൽ എനിക്കെന്തോ പറയാൻ തോന്നിയെന്ന് പറഞ്ഞ് ബായിയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പാവം ഇവനാകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സംഘാണെങ്കിൽ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും 9 മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇത് ഇവന്റെ നോട്ടീസ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇവൻ അറിയാം ഇത് ഇവനെല്ലാം എഴുതി വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പിന്നെ ആരായിരിക്കും? ഇവനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് ഇത് നോക്കുന്ന ടൈമിൽ അവിടെ യാങ് ചുറ്റിപ്പറ്റി നിൽക്കുന്നതും ഇവനാണെങ്കിൽ യാങ്ങിനെ വിളിച്ചിട്ട് ഈ ഒരു പേപ്പറിൽ ഹീലിംഗ് വില്ലേജ് ഒന്ന് എഴുതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അത് എഴുതി കൊടുക്കുന്നതും സംഘാണെങ്കിൽ ഇത് നോക്കിയിട്ട് ഈ കയ്യക്ഷരം എന്ന് പറയുമ്പോഴേക്കും അത് ഞാനല്ല എഴുതിയതെന്ന് യാങ് അവിടെ പറയുന്നുണ്ട്. എന്തെന്ന് ചോദിക്കുന്ന സംഘിനോട് അല്ല ആ ഡയറിയിൽ എഴുതി ചേർത്തത് ഞാനാണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നില്ലേ, പക്ഷെ ഞാനല്ല അത് ചെയ്തതെന്ന് പറയുന്നതും സംഘാണെങ്കിൽ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഈ പേനയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക്, അതൊന്ന് ചെക്ക് ചെയ്യാൻ തന്നോട് എഴുതാൻ പറഞ്ഞേ ഉള്ളൂ, അതിനിപ്പോൾ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് ചമ്മുന്നുണ്ട്. സംഘാണെങ്കിലോ ഇവനോട് വീട്ടിലേക്ക് പൊക്കോളാനും പറയുന്നുണ്ട്. ഇതേ ടൈമിൽ നഞ്ചൂനാണെങ്കിൽ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ റെഡിയാക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ജൂക്കിയാണെങ്കിൽ അതിലൊരു കോസ്റ്റ്യൂം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്തിനാന്ന് ചോദിക്കുമ്പോൾ സംഗിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനാണ് ഇവള് പറയുന്നത് കേട്ട് പിന്നീട് ഒന്നും നഞ്ചുൻ ചോദിക്കുന്നില്ല. ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സംഗിന്റെ ഡോക്ടർ ആണെങ്കിൽ ഇവന്റെ പുതിയ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതും റിസൾട്ട് കാണുന്ന ഡോക്ടർക്ക് ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സംഘാണെങ്കിൽ എന്റെ റിസൾട്ട് വന്നു എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഡോക്ടർ കള്ളം പറയുന്നുണ്ട്. ഇന്ന് ബോർഡ് മീറ്റിംഗിൽ പറയാനുള്ളതൊക്കെ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സംഘം അവിടെ പറയുന്നത്. അതിനുശേഷം
ഇവൻ എന്തോ ഒന്ന് ഡോക്ടറോട് ചോദിക്കാൻ വരുന്നുണ്ട്, പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടറാണെങ്കിൽ ധൃതി പിടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. സങ് ആണെങ്കിൽ പിന്നീട് ഇവന്റെ ഇങ്ങനെ പേന നോക്കുന്നതും അതുപോലെ പെട്ടെന്ന് അസഹനീയമായ തലവേദന വരുമ്പോൾ എനിക്കിത് എന്താ പറ്റിയെന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് നടക്കാതെ പോയ ബോർഡ് മീറ്റിംഗ് പിന്നീട് നടക്കുന്നതും ആ പാര ഡോക്ടറാണെങ്കിൽ ഈ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യുകയാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നത് ആരൊക്കെയെന്ന് ചോദിക്കുന്ന ടൈമിലാണ് സങ് ഇടയിൽ കയറുന്നതും. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഹീലിംഗ് വില്ലേജ് പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ആ പ്രൊപ്പോസൽ അത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പാര ഡോക്ടറാണെങ്കിൽ ഇത് തന്നെയല്ലേ അങ്ങ് നിങ്ങൾ പറഞ്ഞത്, പിന്നെ ഇപ്പം ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം സങ് ആണെങ്കിൽ അന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പാര ഡോക്ടറാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് മറ്റാരെങ്കിലും സൈൻ ചെയ്തു എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വല്ല എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സങ് പറയുന്നത് കേട്ട് ആന്റിമാർക്കൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. അന്ന് ഞാനൊന്നും പറയാതിരുന്നത് ഈ സിഗ്നേച്ചർ കറക്റ്റ് എൻ്റെ സിഗ്നേച്ചർ പോലെ തന്നെയായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് ഞാൻ ചെയ്തതല്ല, മറ്റാരോ ചെയ്തതാണ്. അതായത് ഇനി മുതൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുന്നേ ഒന്നും നോക്കാതെ ചെയ്തിട്ടുണ്ട്, അതുവരെ എനിക്ക് റീചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് എന്നൊക്കെ ഇവൻ പറയുന്നതും. പിന്നീട് ഇവൻ കിജുവിനോട് ചോദിച്ചിരുന്നു ആ സമയത്ത് നിനക്ക് ആരാ ഡോറ് തുറന്നു തന്നത്, ഞാൻ തന്നെയാണോ എന്ന്. അപ്പം അവനാണെങ്കിൽ അല്ല എന്നൊക്കെ പറഞ്ഞ ഒരു സീനൊക്കെ ആലോചിക്കുന്നതും പ്രസന്റിൽ ഇവൻ ഇവരോട് പറയുന്നുണ്ട്. അതായത് എൻ്റെ ഓർമ്മകളിൽ അതായത് എനിക്ക് ഒരാളെ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ ആലോചിക്കുന്നത് ഇവന്റെ കയ്യിലുള്ള പ്രത്യേകം തരം പേന അത് ജർമ്മനിയിലെ ഉണ്ടാക്കത്തുള്ളൂ, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് എഴുതി ഇവന് മനസ്സിലാവും ചെയ്യും, അതാരും വാങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ, അതുപോലെ വിറ്റിട്ടില്ല എന്ന് പറയുന്നതും ഇതേ പേന ചെയർവുമൺ പിടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഈ പേന പിന്നെ ചെയർവുമന്റെ കയ്യിലേ ഉള്ളൂ എന്ന് ഇവൻ അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതാൻ ഒരാളെ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇവനവിടെ പറയുന്നുണ്ട് എനിക്ക് ഒരാളെ സംശയമുണ്ട്, പക്ഷെ അത് ഞാൻ ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആലോചിക്കുന്നത് യാങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. അതായത് യാങ് ഓരോ കാര്യങ്ങളും ഇവന് ചെറുതായി ക്ലൂ കൊടുത്തു, പക്ഷെ ഇവനാണെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് അതങ്ങ് മറക്കുകയാണ്. എന്നാൽ പിന്നെ ഇവൻ ഇരുന്ന് ഈ ഡയറിയൊക്കെ വായിക്കുന്ന ടൈമിലാണ് യാങ് ഓരോ പ്രാവശ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവൻ ഏകദേശം ഒരു കൺക്ലൂഷൻ കിട്ടുന്നുണ്ട്. അതായത് യാങ് പറഞ്ഞിരുന്നു പേന കൊണ്ട് എഴുതാൻ പറയുമ്പോഴേക്കും അത് ഞാനെല്ലാം കൂട്ടിച്ചേർത്തേ എന്നവിടെ പറയുന്നുണ്ട്, ഇവനൊന്നും പറയാതെ തന്നെ. അതുപോലെ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ഇവിടെ ഈ ഒരു ജോലിക്ക് അപ്പോയിൻമെന്റ് ചെയ്ത ശേഷം ഇവൻ ആക്ച്വലി വേറൊരു പൊസിഷനായിരുന്നു താല്പര്യം, എന്ന സങ്ങിന് ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണ് സെക്രട്ടറി പൊസിഷനിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ചെയർവുമണ്ണെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഇതെല്ലാം തന്നെ ഒരുമിച്ച് എഴുതിയത് ഒരുമിച്ച് വായിക്കുന്ന ടൈമിൽ സങ്ങിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമല്ല സങ് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ശരിക്കും വരയിലാക്കാൻ നോക്കി, പക്ഷെ അത് കഴിഞ്ഞില്ലേ എന്ന്. ഇവനാണെങ്കിൽ കറക്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചെയർവുമന്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന പാര ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നേ എന്ന് അവിടെ ചോദിക്കുന്നതും സങ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റിൽ നിന്നും ലാഭം മാത്രം നോക്കുന്ന അതിന്റെ നന്മ മനസ്സിലാക്കാത്ത എന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ച ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും ഒരുപാട് കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നത് ആരെയാണോ അവരെ പറ്റിയാണ്. ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ഇനിയും ഡെവലപ്പോട് കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കേണ്ട എന്ന് പറയുന്ന സംഘം ഈ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യണമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു വോട്ടിംഗ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഷെയറുള്ള 50% ഷെയറുള്ള പ്രൈമറി ഷെയർ ഹോൾഡറായ ഞാൻ പറയുന്നു ഞാൻ ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇവനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഷെയർ ഉള്ളത്, അപ്പോൾ അവൻ തന്നെ നടത്തണമെന്ന് പറഞ്ഞാൽ ഇനി ആരും നടത്തേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നുകൂടി പറഞ്ഞേക്കാം, ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു മാത്രമല്ല ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ തലയിൽ വെച്ച് കെട്ടുമെന്ന് ഇവൻ കറക്റ്റ് ചെയർവുമന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതായത് ഇവർ ഫേസ് ടു ഫേസ് ആണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഒരു തീപ്പൊരി സീൻ അവിടെ അവസാനിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആകുന്നതും നഞ്ചുൻ ഇവളെ നന്നായിട്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചമ്മി നാറി അവിടെ നിന്നും പോകുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ സങ്ങിനോട് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. യാങ് ആണെങ്കിലോ എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും എനിക്ക് അർജന്റായ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോവുകയാണ് ജൂക്കിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യാങ്ങിനാണെങ്കിൽ എന്തൊരു സങ്കടം വരുന്നുണ്ട്, അവൻ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തോ പറയാൻ വന്ന പോലെ. അങ്ങനെ ജൂക്കി റെഡി ആയിട്ട് ഡേറ്റിങ്ങിന് പറഞ്ഞ ലൊക്കേഷനിൽ വരുന്നതും അവിടെ ലവേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇവളത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന സങ്ങിനെയും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കിം ആണെങ്കിൽ ഇവൻ സങ്ങിനെ പറ്റി കൂടുതലായി അന്വേഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അയാളാണെങ്കിൽ 3 വർഷം മുന്നേ ചൈനയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. അതിനുശേഷം 1 വർഷം അയാൾ റെസ്റ്റിലായിരുന്നു. ആ ആക്സിഡന്റിന് ശേഷം അയാൾ പിന്നെ കൺസൾട്ടേഷൻ ഒന്നും ചെയ്യുന്നില്ല, ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നതും ബിസിനസ്സിലേക്ക് എന്ന് ചോദിക്കുന്ന കിമ്മിനോട് ഹീലിംഗ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിമെൻഷ്യ പറ്റിയ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്, ആൾ അതിന്റെ പിന്നാലെയാണെന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിൽ 1 വർഷം ബെഡ് റെസ്റ്റ് എടുത്തു എന്ന്
പറഞ്ഞാൽ ആൾക്ക് എന്തോ തക്കതായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, മിക്കവാറും ബ്രെയിനിലായിരിക്കും. അതെന്താണെന്ന് അറിയണമെന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ എന്തായാലും അയാളുടെ റെക്കോർഡ്സ് ഒന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കിം ആണെങ്കിലും അതെന്തായാലും മാക്സിമം നോക്കണം, ആ റെക്കോർഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പിടിവെള്ളി കിട്ടാതിരിക്കില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഡോക്ടർ ആണെങ്കിൽ ചെയർവുമൻ്റെ അടുത്തേക്ക് വരുന്നതും സങ് വരച്ച ചിത്രവും ആൽബത്തിൽ നിന്ന് കിട്ടിയ ചിത്രവും അത് സെയിം ആയിരിക്കുമല്ലോ, ഇത് രണ്ടും കാണിച്ചു കൊടുത്തിട്ട് ഈ ഇൻസിഡന്റിനെ പറ്റി ഓർമ്മയുണ്ടോ എന്ന് ഡോക്ടർ അവിടെ ചോദിക്കുമ്പോൾ ചെയർവുമൺ ഇത് നോക്കുന്നതും ഈ സീൻ കട്ട് ചെയ്ത് ഈവനിങ് ആകുന്നുണ്ട്. എന്നാലും ജൂക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന സങ് റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഹെഡ്ലൈറ്റ് ഇവന്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഇവൻ അങ്ങ് വരുന്നുണ്ട്. ഇവൻ ആദ്യം ആലോചിക്കുന്നത് പാസ്റ്റിൽ നടന്ന ഇവന്റെ ആക്സിഡന്റിനെ പറ്റിയിട്ടായിരിക്കും. എന്നാൽ പതിവില്ലാതെ ഒരു കാര്യം കൂടി ഇവൻ കാണുന്നുണ്ട്. അതായത് ഇവന്റെ 3 ആന്റിമാരും കൂടി ഇവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓ ഇത്രയും വലിയ ആക്സിഡന്റ് പറ്റിയിട്ടും ഈ പന്ന ചെറുക്കനൊന്നും പറ്റിയില്ലല്ലോ, ഒരു ചെറിയ കോറൽ പോലും പറ്റിയിട്ടില്ല, ഇനിയിപ്പോൾ പവറിന് വേണ്ടിയിട്ട് ഇവനായിട്ട് നമ്മൾ മത്സരിക്കേണ്ടി വരില്ലേ എന്നായിരിക്കും അത്. ഇതാലോചിച്ച് ഇവനാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഒന്നുകൂടി ഇവൻ കാണുന്നുണ്ട്, അതായത് ഇവൻ വരച്ച ചിത്രത്തിൽ ഇവനെ മറന്നു നിൽക്കുന്ന ആൻറ്റി വേറെ ആരും ആയിരിക്കില്ല, ചെയർവുമൺ ആയിരിക്കും. ചെയർവുമൺ ആണെങ്കിൽ അവിടെ പറയുന്നത് നീ ശരിക്കും അൺലക്കി ആയിട്ടുള്ളൊരു പിശാചാണ്, കാരണം നീ കാരണമാണ് അച്ഛനും അമ്മയും മരിച്ചത്, അപ്പോൾ ഇനി മുതൽ നിന്റെ ഉത്തരവാദിത്വമൊക്കെ എൻ്റെ കയ്യിലായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു കാര്യം ഇവൻ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറേ കാലമായിട്ട് ഇത് മറന്നു പോയതായിരിക്കാം. ഇവനാണെങ്കിൽ ആകെ ഷോക്കാകുന്നതും ഈ സെയിം കട്ട് ചെയ്ത് ചെയർവുമൺ ആണെങ്കിൽ ഡോക്ടറോട് ഈ ഒരു കാര്യം അവൻ ഓർമ്മ വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഇനി ഓർമ്മ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, കുഴപ്പമില്ലയെന്നോ എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് അവൻ്റെ ബ്രെയിൻ നാശായിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഡെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ആ ഹെഡേക്ക് മാറുന്ന സങ് ആണെങ്കിൽ അല്ല ഞാൻ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേന്നാണ് ചോദിക്കുന്നത്. അതായത് ജൂക്കിയെ കാണാനാണ് വന്നതെന്ന് പോലും ഇവൻ മറന്നു പോവുകയാണ്. ഇവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നതും ജൂക്കി ആണെങ്കിൽ പാവം അവിടെ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൻ അതൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. അതായത് ഒരുപാട് മുന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ ഇപ്പോൾ അടുത്ത് നടന്ന ഒരു ഡേ നടന്ന കാര്യം പോലും മറന്നു പോവുകയാണ്. അങ്ങനെ അവിടെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും അത് വാച്ച് ചെയ്യുന്നുണ്ട്. വലിയ ഡിസ്റ്റൻസിലൊന്നും അല്ല ഇവർ നിൽക്കുന്നത്, പക്ഷെ പരസ്പരം ഒന്നും കാണുന്നുമില്ല. ജൂക്കി ആണെങ്കിലും ലേറ്റ് ആകുന്നുണ്ടെങ്കിലും സങ് വരുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരിക്കും. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ എന്ന് ഇവളിങ്ങനെ സ്വയം പറയുന്നുണ്ട്. എന്നാൽ ജൂക്കിയെ കാണാനാണ് വന്നതൊന്നും അറിയാത്ത സങ് ആണെങ്കിൽ ഈ ഫയർ വർക്കും നോക്കി അന്തം വിട്ട് നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.